മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. അശാസ്ത്രീയമായ മസ്റ്ററിംഗ് സംവിധാനത്തിനെതിരെ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ രംഗത്ത്. സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ട് തുടർച്ചയായ 2ാം ദിവസവും റേഷൻ കാർഡ് മസ്റ്ററിംഗ് അവതാളത്തിലായി. ഇതോടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ മസ്റ്ററിംഗ് പൂർണ്ണമായി നിർത്തിവെച്ച് ഡീലർമാർ റേഷൻ വിതരണം പുനരാരംഭിച്ചു. പൊതുജനങ്ങളെ വലച്ചുകൊണ്ട് തുടർച്ചയായ 2ാം ദിവസവും റേഷൻ കാർഡ് മസ്റ്ററിംഗ് അവതാളത്തിലായി. മഞ്ഞ, പിങ്ക് കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് നിർബന്ധമായി നടത്തണമെന്ന് ഭക്ഷ്യവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചത്. എന്നാൽ 2 ദിവസമായി റേഷൻ കാർഡുകളിലെല്ലാം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഇതിനെതിരെ റേഷൻ കാർഡ് ഉടമകളുടെ പ്രതിഷേധവും ശക്തമാണ്. ഈ 10,000-കണക്കിന് ആളുകൾ ഒരേ ടൈമിൽ ഇത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സെർവറിന് ഒരു കൃത്യമായൊരു നിലപാടുണ്ടാക്കുക. ഇതെന്താണ്? അല്ലെങ്കിൽ അത്രയും സക്സസ് ആയ സെർവർ ഉണ്ടാവണം. ഇത് എങ്ങനെ വരുന്നത്? ഒരു ടെലിഫോണാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ 10 ആൾ കൂടി അടുത്ത് വരുന്നാലും നെറ്റ് കിട്ടാത്ത കംപ്ലൈൻറ്റാണ്. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ ടൈമിൽ ഇപ്പം മഞ്ഞക്കാർഡിന് മാത്രം വന്ന് കാണിച്ചത്. ഈ നോമ്പ് കാലത്ത് കണ്ടു ഈ സ്ത്രീകളൊക്കെയും വന്നിരിക്കണം, പട്ടിണിയും കടന്ന് കുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാർ ചെയ്യുക, ഇത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ആക്കുക. ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണില്ല. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ആളുകൾ റേഷനരി കിട്ടൂല എന്ന് കരുതിയിട്ട് ഇനി നോമ്പല്ല എന്തുതന്നെയാണെങ്കിലും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷെ വന്നുകൊണ്ടേ ഇരുന്നിട്ട് ഇതിന് വലിയ പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടെങ്കിൽ തിരക്കില്ല. അതോ കേരളത്തെ തകർക്കാം എന്ന ഉദ്ദേശത്തിനാണോ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു? അതും നമുക്കറിയില്ല. എന്തു തന്നെ ആയാലും അടിയന്തരമായിട്ട് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ കൃത്യമായ നിലപാടിലൂടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഒന്നായിട്ട് പ്രക്ഷോഭത്തിലിറങ്ങും. ഞാൻ പറഞ്ഞു, നമ്മുടെ റേഷൻ കടയിലുള്ള ആളുകൾ മൊത്തത്തിൽ കൂടിയിട്ട് നമുക്കൊരു പരാതി ഉണ്ടാക്കുക. നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എത്ര യൂണിറ്റ്സ് 1000 കാരണമില്ലേ? എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടുക, ഞങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ റേഷൻ കടക്കാരും പറയും. എന്താ ഇവർ ചെയ്യുക? ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധി വേണ്ടി. നൂറുകണക്കിന് പേരാണ് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ രാവിലെ തൊട്ട് എത്തിയത്. എന്നാൽ സാങ്കേതിക തകരാർ കാരണം മസ്റ്ററിംഗ് നടത്താനായില്ല. കഴിഞ്ഞ ദിവസവും മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും പരിഹാരമില്ലാതെയാണ് പലരും മടങ്ങിയത്. അശാസ്ത്രീയമായ മസ്റ്ററിംഗ് സംവിധാനത്തിനെതിരെ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്തെത്തി. യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചതെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് ജനറൽ സെക്രട്ടറി KV യൂനുസ് പറഞ്ഞു. ഇത് 15, 16, 17 തീയതികളിലാണ് മസ്റ്ററിംഗ് നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം തന്നിരുന്നത്. അപ്പോൾ 15-ാം തീയതി ഇന്നലെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കാർഡുകൾക്ക് മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റി. അപ്പോഴേക്കൊരു 8, 10, 8 ആയപ്പോഴേക്കും സാധനം സ്റ്റോപ്പ് ആയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കടകൾ ഓപ്പണായി കൂടുതൽ കടകൾ ഓപ്പണായി വരുന്നതിനനുസരിച്ച് സെർവർ ലോഡ് താങ്ങാൻ പറ്റാതായിട്ടാണിത് സ്റ്റക്കായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഈ 14,300ഓളം വരുന്ന റേഷൻ കടകൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെർവറിലേക്കാണ് ഇത് മൊത്തം അപ്ലോഡ് ആകുന്നത്. ആ സെർവറിൽ ലോഡ് താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ IT സെല്ലിൽ നിന്നൊക്കെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ ഒരുപാട് ആളുകൾ വന്ന് കുറേ കുട്ടികളും സ്ത്രീകളൊക്കെ ഈ നോമ്പല്ല ഈ ചുടത്ത് വന്നിട്ട് കുറേ വൈകുന്നേരം വരെ 7 മണി വരെ ആളുകൾ കാത്തു നിന്നിട്ട് മടങ്ങിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നലെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി നമുക്കത് ഇന്ന് മഞ്ഞക്കാർഡിന് മാത്രം വിതരണം അതുപോലെ മസ്റ്ററിംഗ് നടത്താമെന്നുള്ളൊരു സംവിധാനം വന്നപ്പോൾ മഞ്ഞക്കാർഡിന് മാത്രമായിട്ടുള്ള ആളുകൾ ഇന്ന് മൊത്തം മഞ്ഞക്കാർഡാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. മഞ്ഞക്കാർഡ് വന്നിട്ട് അതും നമുക്കൊരു 2-3 കാർഡിനാണ് രാവിലെ ചെയ്യാൻ പറ്റിയത്. ഒരു 8-8:15 അത് സ്റ്റോപ്പായി. അപ്പോൾ ഈ മഞ്ഞക്കാർഡിന് മാത്രമായിട്ട് അതും അടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നുള്ളത്. ഇത്രയും ആളുകൾ ഇപ്പോൾ ഇന്നലെ വന്ന ആളുകൾ തന്നെ ഇന്നും വന്നിട്ട് ഇത് കാത്തു നിന്നിട്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്. എന്തായാലും ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതിനനുസരിച്ച് നമ്മളിത് വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കണം. എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നത് വരെ കാത്തു നിൽക്കുക. അപ്പോൾ നാളെയും ഞായറാഴ്ചയാണ്. നാളെയും മഞ്ഞക്കാർഡിന് തുറന്നു കണ്ട് മസ്റ്ററിംഗ് ചെയ്യണമെന്നും മഞ്ഞക്കാർഡിന് മാത്രം റേഷൻ വിതരണം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ റേഷൻ വിതരണം നടത്തണമെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാനും ഒന്നിനും നമുക്ക് സാധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ശനിയാഴ്ച പകൽ 12 മണിയോടെ മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NIC-യും IT മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് നിർത്തിവെച്ചതോടെ റേഷൻ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.